വാഴ കഴിഞ്ഞ ഷിപ്പിത സ്ഥിരം എല്ലാവരുടെ പരിപാടി. ഇതിലാളാണെന്ന് തോന്നിയോ വിഷു ചേട്ടൻ? ആ വൈബൊക്കെ തോന്നി. ചെറുപ്പാണ്. അത് പിന്നെ വിഷു ചേട്ടൻ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു അവിടെ അല്ലേ. ആണോ? യൂനോ കാർഡ്സ് ഒക്കെ പഠിപ്പിച്ചു തന്നവര്. എനിക്ക് ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ എന്തോ പരിപാടിക്ക് പോകുമ്പോയിട്ട് അവിടെ എന്തോ മീഡിയക്കാർ വന്നിട്ട് ഇപ്പൊ ഏത് പടം റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയുണ്ട്. അപ്പൊ വിഷ്ണു ചേട്ടനൊക്കെയാണ് പുള്ളി ഫുൾ ടൈം ചീട്ട് കളിയായിരുന്നു. ആക്ടിങ് എങ്ങനെയാ കൂടെ അഭിനയിക്കുന്ന സമയത്ത്? ഇപ്പം ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചില ഷോട്ടൊക്കെ. ഫണ്ണാണ്, ഫുൾ കോമഡി. ഈ മിന്നൽ മുരളിന്റെ ഒരു ഫാൻ പോയല്ലേ അതെ. അത് ക്യാമിയോ റോൾ അങ്ങനെ എന്തെങ്കിലും കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ വർക്ക് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പടാകുമ്പോ ആ ഒരു മൂഡാണല്ലോ. പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ഡിഫറെന്റ് ഫീൽ എങ്ങനെയാ? നന്നായിട്ട് ക്ഷമ പഠിക്കും നമ്മള്. അല്ല, ഇതിന്റെ ഡയറക്ടർ കിരൺ ഉണ്ട്. കിരണും കുട്ടികളുടെ അതേ മനസ്സുള്ള ഒരാളാണ്. അപ്പൊ കിരൺ നല്ല ക്ഷമയുള്ള ആളാണ്. കിരൺ വന്ന് ഇവരോടത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ കണ്ടാൽ നമുക്ക് ചിരി വരും. പിള്ളേര് ഇനി വഴക്ക് പറയുകയൊക്കെ ചെയ്ത പിള്ളേരെ മൂഡ് മാറരുതല്ലോ. പഴയ തപ്പിക്കൊണ്ടിരിക്കുമ്പോ ചേട്ടന്റെ കൊച്ചിലൊരു സിനിമ, അത് എന്റെ വീടൊപ്പം പേര് ഓർമ്മയുണ്ടോ ഈ ക്യാരക്ടറിന്റെ? സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ സ്റ്റൈലൊക്കെ മറ്റൊരു കാരണം ഇത് ജുവനൈൽ ഹോമിൽ ജയിലിൽ കിടക്കുന്ന കുട്ടികളായല്ലോ. പുള്ളി വന്ന് പിടിക്കുന്നു, അടിക്കുന്നു, ഞാൻ കരയുന്നു, അമ്മ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. നമ്മള് മാരക പെർഫോമൻസ്. സിബി സാർ വന്നിട്ട് ഷെയ്ക്കാൻ്റെ അപ്പൊ ആ കൈതെന്ന് പറഞ്ഞാല് നമ്മള് എനിക്ക് അതൊരു നാഷണൽ അവാർഡ് കിട്ടിയ പോലെയാണ്. സിബി മലയിൽ സാറാണ് ഷെയ്ക്കാൻ്റെ. അപ്പൊ തന്നെ നമ്മൾ അവിടെ സ്റ്റാറായി. അപ്പൊ എനിക്ക് അവിടെ ഒരു ഇതായി. അപ്പൊ ഞാൻ നോക്കുമ്പോ നിഷാദിക്കയുടെ റിയാക്ഷൻ മറ്റേ നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ പവർ കിട്ടാന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? നമ്മൾ ഇന്റർവ്യൂ ചെയ്യണവരുടെ മനസ്സ് ഹാക്ക് ചെയ്ത് നല്ല ചോദ്യങ്ങൾ ചോദിപ്പിക്കും. എനിക്ക് പറക്കണം. സൂപ്പർ പവർ ഒന്നും വേണ്ടല്ലോ. ഇന്റർവ്യൂവിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ട് നേരെ നിങ്ങൾ സെലിബ്രിറ്റി ആകുമ്പോൾ പുറത്ത് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യും, അങ്ങനെ ഉണ്ടോ ശരിക്കും? എവിടെ ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ട് അതിന് നടക്കണ മൊത്തം മച്ചാനെ എന്ന് പറഞ്ഞിട്ട് എല്ലാം മലയാളികൾ. നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഒരു വലിയ വിജയമാവട്ടെ. ഇപ്പൊ ഫസ്റ്റ് ഷോയിൽ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരും. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ്, ഹലോ, നമസ്കാരം. റിവോൾവർ റിംഗോ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇതിപ്പോ വാഴ കഴിഞ്ഞ ഷിപ്പിത സ്ഥിരം എല്ലാവരുടെ പരിപാടി. നമ്മുടെ പടയെ ഞാൻ ടീച്ചർ കണ്ടു. ഒരു സൂപ്പർ ഹീറോ പടമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സൂപ്പർ ഹീറോ പടമായിട്ടാണോ നിങ്ങൾ വരുന്നത്? അതൊരു ഫാമിലി പടമാണ്. അതില് സൂപ്പർ ഹീറോയുടെ ഒരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പണ്ട് നമ്മൾ മനുവെങ്കിൽ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കാണുമ്പോഴുള്ള ഒരു രസമില്ലേ, അത് ഉള്ളൊരു സിനിമയാണിത്. കുറച്ച് കുട്ടികൾ വെക്കേഷന് അവരൊരു കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നതാ. അപ്പൊ അതിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ അതിൽ കൂട്ടത്തിലെടുത്ത് എന്റെ മാമനെയും കൂടി വിളിക്കും. അതാണ് ഞാൻ എന്റെ ക്യാരക്ടർ. അങ്ങനെയൊക്കെ ഒരു പരിപാടി. ഈ കുട്ടികൾക്ക് മാമന്മാരെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ എപ്പോഴും ഓർത്തിരിക്കുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? നിങ്ങൾക്ക് തോന്നിയോ സെയിം ഏജിലെ ആളാണെന്ന് തോന്നിയോ വിഷു ചേട്ടൻ? ആ വൈബൊക്കെ തോന്നി. ചെറുപ്പാണ്. അത് പിന്നെ വിഷു ചേട്ടൻ എന്നും ചെറുപ്പാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു അവിടെ
അല്ലേ? പിന്നെ ആണോ? യൂനോ കാർഡ്സ് ഒക്കെ പഠിപ്പിച്ചു തന്നവര് എനിക്ക്. ആ അങ്ങനെ ഞങ്ങൾ അതിന്റെ കളി അടിപൊളിയായിരുന്നു. വിശ്വചേട്ടൻ എന്തൊക്കെ പഠിപ്പിച്ചു? കാരണം വിശ്വചേട്ടൻ പണ്ട് കൊച്ചിലെ നിങ്ങളുടെ പ്രായത്തിലെ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. വിഷ്ണുചേട്ടൻ പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ആക്ടറാണല്ലോ. അതെ. അപ്പൊ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ എന്തോ പരിപാടിക്ക് പോകുമ്പോയിട്ട് അവിടെ എന്തോ മീഡിയക്കാർ വന്നിട്ട് ഇപ്പൊ ഏത് പടം റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞ അവിടെ എങ്ങനെയുണ്ട്? അപ്പൊ വിഷ്ണു ചേട്ടനൊക്കെയാണ് പുള്ളി ഫുൾ ടൈം ചീട്ട് കളിയായിരുന്നു. ആക്ടർ നമുക്ക് കുറെ പഠിക്കാനുണ്ടാവില്ലോ ചേട്ടന്റെ. എന്തൊക്കെ പഠിച്ചു നിങ്ങള്? അങ്ങനെ ആക്ടിങ് എങ്ങനെയാ കൂടെ അഭിനയിക്കുന്ന സമയത്ത്? ഇപ്പം ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചില ഷോട്ടൊക്കെ. ഫുൾ കോമഡി. ഓക്കെ. ഇതില് ഇപ്പം മെയിൻ ഒരു നമ്മുടെ ലീഡ് ആളാണോ ചെയ്യണേ? റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറാണ്. ഓക്കെ. അപ്പൊ അതൊരു സിനിമ ചെയ്യുന്നതായിട്ടാണ് പിള്ളേര് എല്ലാരും കൂടി ഒരു സൂപ്പർ ഹീറോ പടം ചെയ്യുന്നതായിട്ടാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു പരിപാടി. അപ്പൊ അതിൽ ആ ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമാണ്. ഈ മിന്നൽ മുരളിയുടെ ഒരു ഫാൻ ബോയ് അല്ലേ ഇതില്? അപ്പം നമുക്കറിയുന്ന മിന്നൽ മുരളി ടോവിനോ ചേട്ടൻ ചെയ്ത മിന്നൽ മുരളിയാ. അത് ക്യാമിയോ റോൾ അങ്ങനെ എന്തെങ്കിലും? അങ്ങനല്ല, ഇതിപ്പോ ഇന്ത്യാന ജോൺസ് എന്ന് പറഞ്ഞൊരു മൂവിന്റെ ഒരു അഡാപ്റ്റേഷൻ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഒന്നും കൂടെ റീമേക്ക് ചെയ്യുന്ന ഒരു സംഭവം. അത് പറഞ്ഞാൽ അതും ഇതിപ്പോ സൂപ്പർ ഹീറോനൊക്കെ വെച്ച് തട്ടിമുട്ടി കൊണ്ടുപോകുന്നത്. പക്ഷെ അതിങ്ങനെ എടുത്ത് പറയാന്ന് സിനിമ ഫുള്ള് പറയേണ്ടി വരും. അത് ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ചുരുക്കം. ക്യാരക്ടർ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ ഇവരുടെ ജേർണിയിലേക്ക് കയറി ചെല്ലുകയാണ്. പിന്നെ ഇവരുടെ ജേർണി തന്നെ ഞാൻ ഇവരുടെ കൂടെ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. വിശ്വചേട്ടൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന അത്? അതെ, പിള്ളേര് ഇപ്പൊ മിന്നൽ മുരളി കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഒരു ഇപ്പൊ റീൽ എടുക്കുമല്ലോ എന്ന് പറഞ്ഞാൽ പിള്ളേർ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അവർ ചെയ്യുന്നു. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യാൻ ഇവരുടെ പഴയ ആൽബം ഒക്കെ ചെയ്ത് പരിചയമുള്ള ഇവരുടെ മാമനെ ഇവര് ചാക്കിട്ട് കൊണ്ടുവരുന്നു. മാമൻ വിചാരിക്കുന്നത് പിള്ളേരെ പറ്റിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാതെ, പക്ഷെ മാമനാണ് ഉമ്മാർ പറ്റിക്കണത് പിന്നെ മനസ്സിലാവും. അതൊക്കെയാണ് അതിന്റെ ഒരു ലൈൻ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന, നല്ല രസമായിട്ട് പോകുന്നൊരു ക്യൂട്ട് സിനിമ. ഈ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുടെ കൂടെ വർക്ക് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി പടാകുമ്പോൾ ആ ഒരു മൂഡാണല്ലോ. പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ഡിഫറെന്റ് ഫീൽ എങ്ങനെയാ? നന്നായിട്ട് ക്ഷമ പഠിക്കും നമ്മള്. അല്ല, ഇതിന്റെ ഡയറക്ടർ കിരൺ ഉണ്ട്. കിരണും കുട്ടികളുടെ അതേ മനസ്സുള്ള ഒരാളാണ്. അപ്പൊ കിരൺ നല്ല ക്ഷമയുള്ള ആളാണ്. അപ്പൊ ഞങ്ങളീ പറഞ്ഞ പോലെ കളിച്ച് ചിരിച്ച് ചില്ല് ചെയ്തൊക്കെ നടന്നാലും കിരണിനൊക്കെ ഇതെങ്ങനെയും എടുത്ത് തീർക്കണമല്ലോ. അപ്പൊ എനിക്കും, ഞാനൊരു ടെക്നീഷ്യനും കൂടി ആയതുകൊണ്ട് എനിക്കും ആ ടെൻഷൻ ഉണ്ട്. നമ്മള് ലൈറ്റ് പോലെ തമാശ കളിക്കും പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട് ഒട്ടും വിറപ്പിക്കാത്ത രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് തീർക്കും. അപ്പൊ കിരൺ വന്ന് ഇവരോടത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ കണ്ടാൽ നമുക്ക് ചിരി വരും. പിള്ളേര് ഇനി വഴക്ക് പറയുകയൊക്കെ ചെയ്ത പിള്ളേരെ മൂഡ് മാറരുതല്ലോ. അപ്പൊ ലൈറ്റ് ഇതേ പോണേയിരിക്കും. ഒരു 5 മിനിറ്റും കൂടി സണ്ണ് കിട്ടിയെന്നൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ആട്ടേന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ കിരൺ ഇവരുടെ അടുത്ത് നടന്നു വന്ന് പതുക്കെ എടുക്കണ്ടേ അത് കണ്ടാ എനിക്ക് ചിരി വരും. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് പരിപാടി എന്തായാലും പിള്ളേരെ കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തെടുത്തു. ഈ കുട്ടികളുടെ വെച്ചൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഇപ്പൊ നമുക്ക് പിന്നീട് വേണമെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാം, എങ്കിലും ഇത് കാണുമ്പോഴേ ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ ഇത് എങ്ങനെയാ? നല്ല ടാസ്കാ. നമുക്ക് മറ്റത് ആ കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പമല്ല. നമുക്ക് വേണ്ടത് എന്താന്ന് ഒരു വലിയൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് എടുക്കുന്ന പോലെ അല്ല. നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പിള്ളേരോട് പറയേണ്ടതില്ല. പിള്ളേരിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണോ അത് കിട്ടാൻ പാകത്തിന് എന്ത് പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ഇത്തിരി ട്രിക്കിയാണ്. ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് വന്നപ്പോഴേ നമ്മുടെ ആ പ്രായത്തില് സിനിമ അഭിനയിക്കുന്നതും ഇപ്പത്തെ പിള്ളേര് വന്ന് ക്യാമറക്ക് മുമ്പിൽ പെർഫോം ചെയ്യുമ്പോ എന്താ ഫീൽ ചെയ്യണേ? ആ ഡിഫറെന്റ് ഇവർക്ക് കുറച്ചും കൂടി ഈസ് ഉണ്ട്. എന്ന് വെച്ചാല് ഡിജിറ്റലായി. ഞാനൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പറഞ്ഞ മറ്റേ ഫിലിമിലാണ്. അപ്പൊ അന്നേരം ഒരു റീടേക്ക് പോവാന്ന് പറഞ്ഞാല് അത് അസംഭവ്യം. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ പിന്നെ അഭിനയിപ്പിക്കില്ല, വേറെ ആരെങ്കിലും വെക്കാനൊക്കെ പറയും. അപ്പൊ അന്നൊക്കെ ഫസ്റ്റ് ടേക്കിലൊക്കെ ആയേ പറ്റുള്ളൂ. ഇപ്പൊ അതില്ലല്ലോ. പിന്നെ എല്ലാവരും ഇവരൊക്കെ ജനിച്ച് വീഴുമ്പോ തുടങ്ങി
ഫോണിലാണെങ്കിലും ക്യാമറയും നമ്മളുടെ സ്വന്തം പെർഫോമൻസും ഒക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് കണ്ട് അതിനോടൊരു ഈസ് എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷ്ണുചേട്ടൻ ചെറുപ്പത്തിലെ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ചൈൽഡ്ഹുഡ് നൂറ്റാണ്ടുകൾ പഴക്കമൊന്നുമില്ലട്ടോ. കണ്ടിട്ടുണ്ടോ? കട്ടപ്പന ഋതിക് റോഷൻ. അന്ന് അത് വലുതായിട്ടാ ഇവരത് പഴയതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ശിക്കാരി ശംഭു. എവിടെയോ കണ്ട പോലെ ശിക്കാരി ശംഭു പറയുന്നു. ശിക്കാരി ശംഭുവില് ചെറുതായിരുന്നു. അതിന് മുമ്പൊക്കെ ചെറിയ ചെറിയ വേഷം അത് കണ്ടിട്ടുണ്ടാവും. മായാവിയിലെ സീനൊക്കെ മായാവിയിലെ സീൻ എന്റെ ഫേവറേറ്റ് സീൻ അത്. മായാവിയിലെ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഒരു പഴയ തപ്പിക്കൊണ്ടിരിക്കുമ്പോ ചേട്ടന്റെ കൊച്ചിലൊരു സിനിമ അത് എന്റെ വീടപ്പന്റെ കണ്ടിട്ടുണ്ട്. ഇത് ചേട്ടൻ കണ്ടോ? നിങ്ങളുടെ പൈതൽ സമയത്ത് അഭിനയിച്ച ഇതാണ് ഫസ്റ്റ് പടം. ഇതിന്റെ പേര് ഓർമ്മയുണ്ടോ ഈ ക്യാരക്ടറിന്റെ? കുഞ്ചു. ഓർമ്മയുണ്ട് കറക്റ്റ്. അതിന്റെ റൈറ്ററുടെ പേര് സഞ്ജു. ഇതിനൊരു മെമ്പർ പറയാം. കാരണം ഇത് ഏത് പ്രായത്തിലാണ് ചേട്ടൻ അഭിനയിക്കുന്നത്? അത് ഞാൻ പറയണില്ല. അതില് എനിക്കിപ്പോ സ്റ്റേറ്റില് മിമിക്രിക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതില് നിഷാദ് ഖാൻ എന്ന് പറഞ്ഞ അതിന്റെ സിബി സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നെ അറിയാം. ഞാനൊക്കെ മൻരാജ് എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, മൻരാജന്റെ മിമിക്രി ട്രൂപ്പിൽ നമ്മള് പെർഫോം ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ മൻരാജന്റെ കൂട്ടുകാരനായതുകൊണ്ട് നിഷാദ് ഖാക്ക് നമ്മളൊക്കെ അറിയാം. അപ്പൊ ഈ സിനിമ നടക്കുന്ന സമയത്ത് അതിലിങ്ങനെ കാളിദാസന്റെ കൂടെ ജുവനൈൽ ഹോമിൽ ഒരു പയ്യൻ കൂടെ ഒരു പയ്യൻ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവനെ വിടുന്നു പറഞ്ഞ എന്നെ വിടാൻ മനുഷ്യനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനപ്പോൾ കാണാൻ വേണ്ടി ചെന്നു. ആലുവയിൽ ക്രൈസ്തവ മഹിളാലയം എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അവിടെ ചെന്ന് സിബി സാറിനെ കാണാൻ ചെല്ലുമ്പോൾ നിഷാദക്ക എന്നെ വിളിച്ചുകൊണ്ട് പോയി പരിചയപ്പെടുത്താൻ ചെല്ലുമ്പോൾ ഓൾറെഡി ഒരു പയ്യനെ എടുത്തു ആ റോളിൽ. അപ്പോൾ അത് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രാജേഷൻ്റെ ബ്രദറിനെയാണ് വെച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞ് മറ്റേ ക്യാരക്ടറിന് ആളായി കുഴപ്പമില്ല, നീയും നാളെ വന്നോ കൂട്ടത്തിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ ചെന്നേക്കാണ്. ചെന്നപ്പോൾ തന്നെ വിളിച്ചു കൊണ്ടുപോയി കുറേ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെമ്പോ ട്രാവലറിന് എവിടെ നിന്നൊക്കെയോ കുറേ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്, തേവരേന്നും തമ്മനത്തുനിന്നൊക്കെ. അപ്പോൾ എല്ലാവരെയും കൂടി കൂട്ടി ലൈനിൽ നിർത്തിയിട്ട് എല്ലാവരും മുടി അങ്ങോട്ട് പറ്റ ട്രിം ചെയ്ത് കളഞ്ഞ് ഈ കാരണം പോലെ ആക്കി. നമ്മൾ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ സ്റ്റൈൽ മുടിയൊക്കെ ഇട്ടത് പറ്റ ട്രിം. കാരണം ഇത് ജുവനൈൽ ഹോമിൽ ജയിലിൽ കിടക്കുന്ന കുട്ടികളായല്ലോ. അങ്ങനെ ആക്കി. എന്നിട്ട് ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് ഒരു കൂട്ടത്തിൽ ഒരാൾ ഡയലോഗ് പറയണം, ആര് പറയുമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ നിഷാദ് ഖാൻ നോക്കി പറയില്ല. വന്നിട്ട് ഡയലോഗ് പറഞ്ഞു തന്നു. അതായത് TS രാജു എന്ന് പറഞ്ഞ ആക്ടറുണ്ട്. അപ്പോൾ TS രാജു ചേട്ടൻ ഇത് പറഞ്ഞ് എല്ലാവരും അസംബ്ലിക്ക് നിരത്തി നിർത്തിയിട്ട് ഇന്നലെ എൻ്റെ ക്യാബിനിൽ കയറി ഒരു കുപ്പി മദ്യവും സിഗരറ്റും ആരാളെ അടിച്ചു മാറ്റിയെന്ന് ചോദിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ച് പുള്ളി തല്ലും. അവൻ കിടന്ന് കരയണം, എൻ്റെ അമ്മയാണ് എനിക്കറിയില്ല സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം, എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാം. ഒരു റിഹേഴ്സൽ ചെയ്ത് കാണിച്ചു. അപ്പോൾ സിബി സാറിന് ഇഷ്ടമായി. സാർ ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ ടേക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ പുള്ളി വന്ന് പിടിക്കുന്നു, അടിക്കുന്നു, ഞാൻ കരയുന്നു. അമ്മ എനിക്കറിയില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. അപ്പോൾ മാരക പെർഫോമൻസ്. അപ്പം തന്നെ കട്ട് പറഞ്ഞിട്ട് സിബി സാർ വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ ആ കൈതെന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് അതൊരു നാഷണൽ അവാർഡ് കിട്ടിയ പോലെയാണ്. സിബി മലയിൽ സാറാണ് ഷെയ്ക്ക് ഹാൻഡ്. പുള്ളി ഷെയ്ക്ക് ഹാൻഡ് തന്നപ്പോൾ തന്നെ ലൊക്കേഷനിൽ എല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്തു. അപ്പം തന്നെ നമ്മൾ അവിടെ സ്റ്റാറായി. അപ്പം എനിക്ക് അവിടെ ഒരു ഇതായി. അപ്പം ഞാൻ നോക്കുമ്പോൾ നിഷാദക്കയുടെ റിയാക്ഷൻ മറ്റേ നിഷാദ് കൊണ്ടുവന്നിക്കണം. അപ്പം എനിക്കൊരു ക്യാരക്ടർ പോലെ ആയി. പിന്നെ കാരണം മറ്റേ പയ്യനെ വിളിക്കുന്ന പോലെ അടുത്ത എന്ത് സാധനം എടുക്കുമ്പോഴും മറ്റേ പയ്യനെ വിളിക്കും. എന്നിട്ട് പിന്നെ സലിംകുമാർ ജോയിൻ ചെയ്യുമ്പോൾ സലിംകുമാറിന്റെ കൂടെ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു പയ്യൻ വേണം. ആ ക്യാരക്ടർ അത് നമ്മുടെ മറ്റേ പയ്യൻ വിഷ്ണുവിനെ വിളിക്കും. ആ ഡയലോഗ് എനിക്കായിരുന്നു. അതിന്റെയാണ് ഇപ്പൊ കാണിച്ച ഫോട്ടോ. സലിമാന്റെ അടുത്ത് ഞാൻ കാളിദാസിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലും എനിക്ക് ഡയലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആദ്യ പടം നമ്മള് സിനിമയിൽ കയറണം, ഇത്രയധികം ആ ഡയലോഗ് തന്നെ നമ്മൾ ഇന്നായി. ഇത് ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ. ഇതിപ്പോ പാരന്റ്സിനെ കാണിക്കണം, നമ്മള് കാണണം, ഫ്രണ്ട്സിനെ കാണിക്കണം. അന്ന് കൊച്ചാകുമ്പോ അതായിരിക്കുമല്ലോ മനസ്സിലുണ്ടാവുക. എനിക്ക് ഇതിനെ കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ബിഗ് സ്ക്രീനിൽ ആദ്യം കാണുമ്പോൾ എന്തായിരുന്നു ശരിക്കും? അത് ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം തലേ ദിവസം പടം ഇറങ്ങിയിട്ട് എനിക്ക് ഈ റിലീസിറ്റ അപ്പൊ തന്നെ പോണം. അതൊന്നും കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല, എനിക്ക് അറിഞ്ഞൂടത്.
അപ്പൊ ഞാനൊക്കെ തലേദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ട് കാക്കനാട്, ഒരു സ്റ്റേജ് പ്രോഗ്രാം. അപ്പം എൻ്റെ കൂട്ടുകാർ സഞ്ജയ്, ശ്രീനാഥ്, അനീഷ്, നമ്മുടെ ബിബിൻ, ഞങ്ങളൊക്കെ കൂടി ബിബിൻ്റെ നാട്ടിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട്, ബിബിൻ്റെ വീട് അവിടെയാണ്, ബിബിൻ അവിടെ നിന്ന് ഈ സഞ്ജയ്, ശ്രീനാഥ്, അനീഷ് ഞാനും കൂടി എറണാകുളത്തേക്ക് വന്നേക്കാം. അപ്പം അന്ന് ലുലു മൈമൂൺ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട് എറണാകുളത്ത്. അവിടെയാണ്, ലുലുവിലാണ് എൻ്റെ വീടപ്പന് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഇറങ്ങിയേക്കാണ്. അത് കാണാമെന്ന് പറഞ്ഞ് ഏറ്റവും ഫ്രണ്ടിലെ ടിക്കറ്റ് ഉണ്ട്. കാരണം ഞാൻ അഭിനയിച്ച പടം കൊണ്ട് ഞാൻ തന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഞാൻ പൈസ ഒന്നും ഇല്ല നമ്മുടെ കയ്യില്. അപ്പൊ 10 രൂപ 50 പൈസ കേട്ടാണ് ഏറ്റവും ഫ്രണ്ടില്. ഏറ്റവും എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതൊക്കെ ഓക്കെയാ. ആ ടിക്കറ്റ് ഈ ഞങ്ങള് 4 പേർക്കും ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയിരുന്നിട്ട് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് എന്നെ വലിയ സ്ക്രീനിൽ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. മീൻസ് നമ്മളത് ചെറുപ്പം തുടങ്ങി ആഗ്രഹിക്കുന്ന കാര്യമാണ്. മിമിക്രി ചെയ്യുന്നത് സിനിമയിൽ എന്തെങ്കിലും കയറും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് 10ാം ക്ലാസ്സിൽ മറ്റേ ഓട്ടോഗ്രാഫിൽ ഏറ്റവും കൂടുതൽ കൂട്ടുകാർ എഴുതിയേക്കണത് നീ നാളെ വലിയ നടനാവുമ്പോ നമ്മളെ മറക്കരുത്. എന്റെ മനസ്സിൽ നമ്മൾ ഫിക്സ് ആണ്. എന്തായാലും ഞാൻ സിനിമ നടനാവാനുള്ള ആളാണല്ലോ. ഈ മാനിഫെസ്റ്റിംഗ് എന്നൊക്കെ പറയണമെന്നുണ്ടല്ലോ. ബിബിചേട്ടൻ ഒരു ദിവസം ഇന്റർവ്യൂ ചോദിച്ചു, ബിബിചേട്ടൻ പറയും ഇതാണ് മാനിഫെസ്റ്റ് ചെയ്ത് ഞങ്ങളൊക്കെ ചെയ്തതിന്റെ റിസൾട്ട് ആണ്. ഇന്നാണ് ആ വാക്ക് ഭയങ്കരമായിട്ട് ആളുകള് പറയുന്നത്. പക്ഷെ നമുക്കതൊന്നും അറിഞ്ഞിട്ടല്ല എന്ന് മാത്രമല്ല, നമ്മൾക്ക് അതില് ഡൗട്ടും ഇല്ല, കൺഫേം ആണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ അഭിനയിച്ച നാളത്തെ സ്റ്റാർസ് ആണ്. ആ ഫീൽ ഉണ്ടോ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ? ഫസ്റ്റ് മൂവി കഴിഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഫീല് വരുന്നില്ല. വരും, പ്രതീക്ഷിക്കാം. ആദ്യത്തെ ഫസ്റ്റ് സിനിമയല്ലേ, അപ്പൊ ആദ്യത്തെ ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് കാണണേ. ആദ്യമായിട്ട് കാണുമ്പോ എന്താ ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോ ആദ്യമായിട്ട് കാണുമ്പോ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാം. അതാണ് പത്ത്. അവനിക്കിപ്പം ഒത്തിരി 24-ാമത്തെ. ഈ തലേ ദിവസം നമുക്ക് സീനിയേഴ്സിന് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് എങ്ങനെയാ ശരിക്കും സിനിമകൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ അത് ഭയങ്കര ടെൻഷൻ പരിപാടി ഉണ്ടോ? എനിക്ക് എക്സൈറ്റ്മെന്റാ, കാണാലോ നാളെ പോയിട്ട് എന്നുള്ളൊരു. ഓക്കെ, അതും പല പല ലാംഗ്വേജുകളിലാണ് അവനിപ്പോ അഭിനയിച്ചോണ്ടിരിക്കണേ. അത് നമുക്ക് സന്തോഷം. നമ്മള് മലയാളത്തിൽ നിന്ന് കുട്ടികള് പുറത്ത് ലാംഗ്വേജില്. ചേട്ടൻ വിഷ്ണു ചേട്ടന് മറ്റു ലാംഗ്വേജ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, അവരൊന്നും റെഡിയായിട്ട് നമ്മള് മലയാളികൾ അങ്ങോട്ട് പോകുമ്പോഴേ ഇവര് പൊളിക്കും. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് അതിനേക്കാൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളിപ്പോ ഒരു സൂപ്പർ ഹീറോ, ഇപ്പൊ സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ പവർ കിട്ടാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ആ പവർ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്ത് പവറാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്റർവ്യൂ ചെയ്യണവരുടെ മനസ്സ് ഹാക്ക് ചെയ്ത് നല്ല ചോദ്യങ്ങൾ ചോദിപ്പിക്കും. ഒരു പവർ പറയാം, ഞാൻ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുതരാം. ഒരു സൂപ്പർ പവർ. എന്ത് സൂപ്പർ പവർ? ഒരു ഫാന്റസി ഇല്ലേ നിനക്ക്? പണ്ട് കുപ്പിയിലൊരു പൂതത്തിന് കിട്ടാൻ എന്റെ ഹോംവർക്ക് ചെയ്യാം, മീൻസ് എന്താ പറയാ, യാത്ര എളുപ്പാക്കാം, ഇതൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാം. സൂപ്പർമാൻ ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും പറയണക്കാം, വെറുതെ കാണുന്നവരൊക്കെ പിടിച്ചതല്ല. അങ്ങനെയൊക്കെ അങ്ങനെ പറയാനായിട്ട് ഞാൻ മുമ്പ് കുറെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. ചെറുതുണ്ടാവുന്ന സമയത്ത്, മീൻസ് ഒരു ഇപ്പൊ ചെറുത് തന്നെയാണ്, അങ്ങനല്ല, ഞാനൊരു 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോ ഇനി 8ലോട്ട്. സോ അപ്പൊ കൊറേ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടില്ല. എനിക്ക് പറക്കണം, വലിയൊരു ആവശ്യമാണ് പറക്കണം. അങ്ങനെ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അതാകുമ്പോ കാഴ്ചകളൊക്കെ കാണാൻ. സൂപ്പർ പവർ ഒന്നും വേണ്ടല്ലോ. ഇന്റർവ്യൂല് എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ട്? ഇപ്പൊ ഓക്കെ, കുട്ടികളെ കുറച്ച് കുട്ടികളായി സംസാരിക്കണം, കുറച്ച് മെച്യൂർഡായി സംസാരിക്കണം. എപ്പോഴും കുട്ടികളുടെ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അതൊരു ചർച്ചയാവാറുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഭയങ്കര മെച്യൂർഡായി സംസാരിക്കുന്ന നമുക്ക് ഷോ പണ്ട് നമ്മൾ എന്തായിരുന്നു എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ. നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. സൂപ്പർ പവർ പറഞ്ഞു. ഒരു സാധനത്തിനെ ഇരട്ടിക്കണം. നന്നായിട്ട് ആലോചിക്കുന്ന ഒരാളാ. ഉദാഹരണത്തിന് എന്താണ് ഇരട്ടിക്കേണ്ടത്? ഇപ്പൊ ഗോൾഡ്. കൊള്ളാം.
അടിപൊളിയാണ്. ഓക്കെ, വിശിച്ചേട്ടൻ? എനിക്ക് ടൂറൊക്കെ പോവാലോ, പാസ്പോർട്ടും വിസയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ആ ഓക്കെ. കുഞ്ഞു പിള്ളേരൊക്കെ ആയതുകൊണ്ട് എവിടെ പോകാൻ പറ്റില്ല. അപ്പൊ സൂപ്പർ പവർ കിട്ടിയ ഇവരെയും കൂടി കയറ്റിയിരുത്തിട്ട് പോവാന്ന്. ഈ നിങ്ങൾ സെലിബ്രിറ്റി ആകുമ്പോൾ ഈ പുറത്ത് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യും. ഈ പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്കൊരു ഫ്രീഡം കിട്ടുന്നതെന്ന് പറയും. അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അങ്ങനെ ഉണ്ടോ ശരിക്കും? എവിടെ ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ട് അതിലെ നടക്കണ മൊത്തം മച്ചാനെ എന്ന് പറഞ്ഞിട്ട് എല്ലാ മലയാളികളും എവിടെ പോയാലും മലയാളികൾ ഉണ്ടല്ലോ. ഏത് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ പറയാ? ഏത് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും പറയാ? ഇത്രയും സിനിമകൾ കട്ടപ്പന തന്നെ. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ഇനി അതുപോലെ സിനിമകൾ ചെയ്യോ? ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അത് പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇല്ല. എനിക്ക് ആ ക്യാരക്ടർ ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ ആ ഒരു നിഷ്കളങ്കമായ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും പണ്ട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നതേ ഒരു കട്ടി ഒരു വില്ലൻ വേഷം ചെയ്യണത് ആഗ്രഹമുണ്ട്. അങ്ങനെ വിശ്വചേട്ടന്റെ മനസ്സിലുണ്ടോ? അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിക്രൂരനായ വില്ലൻ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പളുങ്ക് എന്ന് പറഞ്ഞ പടത്തില് നസ്രിയനെ കൊല്ലുന്ന ക്യാരക്ടർ അത് കൊച്ചിലല്ലേ ചെയ്തു. ഇപ്പത്തെ ഒരു ഇതില് ഇപ്പൊ വെടിക്കെട്ടില് ഇച്ചിരി വേറെ ഒരു റഫായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തില് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പൊ ആ പടം എന്ന് പറഞ്ഞ പോലെ കൊമേഴ്ഷ്യലി അങ്ങനെ ആൾക്കാര് കണ്ട പടങ്ങളൊന്നുമല്ല. മീൻസ് ആ പടം റിലീസായിട്ടില്ല, ഡയറക്റ്റ് OTT-ലാണ് വന്നത്. എന്നാ പോലെ അതൊക്കെ കാണുന്നവര് നമ്മളെ ആസ് ആൻ ആക്ടർ നമുക്ക് ഒരു അപ്രീസിയേഷൻ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ എങ്ങനെയാ ഏത് പടാ പറയാ? ആവണിയുടെ എന്റെ ഫിനിക്സ് പറഞ്ഞു വരാറുണ്ട്, ARM പറഞ്ഞു വരാറുണ്ട്. ഞാൻ ഫിനിക്സിന്റെ ഫാനാണ്. ലാസ്റ്റ് സീനൊക്കെ ഒരുപാട് കരയിപ്പിച്ചതാണ്. ഇത് രണ്ടും പറഞ്ഞാണ്. ഈ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ മനസ്സിലൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇന്ന ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ എഴുതുന്ന ആളും ഡയറക്ടറായിരിക്കും നമ്മൾ കാസ്റ്റിംഗ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരിക്കും. എങ്കിലും ഇന്നൊരു ക്യാരക്ടർ എപ്പോഴും ആളുകൾ മിസ് ചെയ്യും. എന്ന് എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടോ ശരിക്കും? ഉണ്ടോ? അങ്ങനെ അതായത് വിശ്വസിച്ചിട്ട് ഒരു ക്യാരക്ടർ ചെയ്യണം. പക്ഷെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് പറ്റിയൊരു ക്യാരക്ടറാണല്ലോ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മളെ വിളിക്കത്തുള്ളൂ. പക്ഷെ അവരെപ്പോഴും മിസ്സാവും. ഈ ഒരു ക്യാരക്ടറെ മാത്രം ആളുകൾ വിളിക്കുന്നില്ല എന്ന് എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയ ക്യാരക്ടർ ഉണ്ടോ? കർണൻ. കർണനോ? ശരിക്കും ചെയ്യണോ? കർണൻ ഞങ്ങളത് ഇമാജിൻ ചെയ്യട്ടോ, ഇവിടെ വെട്ടിയൊട്ടിക്കൂ. ഓക്കെ, ആ ക്യാരക്ടർ സീരിയസ് ആയി എടുക്കണ്ട. ഇത് കണ്ടിട്ട് ആരെങ്കിലും കർണനെ വിളിക്കുമോ നോക്കട്ടെ. നിങ്ങൾക്ക് വിശ്വസിച്ചാൽ ചെയ്തതിൽ ഏത് ക്യാരക്ടർ ഇഷ്ടം? കട്ടപ്പനയിൽ ഋത്തിക് റോഷനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എല്ലാവരുടെയും. എനിക്ക് വെടിക്കെട്ടുള്ള ക്യാരക്ടർ. അതെന്തുകൊണ്ടാ വെടിക്കെട്ട്? അതെന്ന് പറഞ്ഞാൽ വേറെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. നമ്മൾ നോർമലി കാണുന്ന വിഷ്ണു ചേട്ടൻ അല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് വിഷ്ണു ചേട്ടനാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ നാഷണൽ അവാർഡ് കിട്ടിയത് അവന്റെ കാഴ്ചയുടെ വ്യത്യസ്തത. ആക്ടർ എന്ന രീതിയില് വിശ്വചേട്ടൻ അത് ഈ നമ്മൾ ഡയറക്ട് ചെയ്ത പടത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡന്റ്ലി ചെയ്യോ? എങ്ങനെയാ? മീൻസ് നമ്മള് അത് എഴുതി ഉണ്ടാക്കണത് തുടങ്ങി നമ്മൾ ആ ക്യാരക്ടറിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നല്ലേ. അപ്പൊ അതിന് കുറച്ചും കൂടി നമുക്ക് അതിന് ക്ലാരിറ്റി ഉണ്ട്. വേറൊരു റൈറ്ററുടെ അല്ലെങ്കിൽ ഡയറക്ടറുടെ പടത്തിന് പോകുമ്പോൾ അവര് നമ്മൾക്ക് ഫീഡ് ചെയ്യുന്നതാണ് നമ്മുടെ എന്താ പറയാ പുസ്തകം. അപ്പൊ അതിനെ വെച്ചിട്ട് നമ്മളുടെ ഒരു ഇൻപുട്ടും ഒക്കെ വെച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ പെർഫോം ചെയ്യും. അപ്പൊ മറ്റേ നമ്മളായിട്ട് തന്നെ എഴുതിയതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡെഫിനിഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതെപ്പോഴും കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യത്യാസമൊന്നും അറിയണമൊന്നുമില്ല. അപ്പൊ ഈ ഇത്രയൊക്കെ സിനിമകൾ കാണുന്ന, സിനിമയാണല്ലോ നിങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം, അല്ലെങ്കിൽ സിനിമ എഴുതുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന സിനിമ കാണുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മളിലേക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ അത് നല്ല സിനിമയായിരിക്കും അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ? എങ്ങനെയാ അതില്? നമുക്കിപ്പോ വരുന്നതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ഇഷ്ടമില്ല എന്ന് പറയും. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് ഇന്നാക്കുന്ന എപ്പോഴും ഓർത്തു വെക്കുന്ന ഡയലോഗ് സീനുകൾ ഉണ്ടോ ഈ സിനിമയിൽ? നമുക്ക് പ്രതീക്ഷിക്കാവോ? ഉണ്ട്. ഇതിലെ ചില സീക്വൻസുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഓർക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര രസമുള്ള കുറെ സീക്വൻസുകൾ ഉണ്ട്.
ശരിക്കും ഇത് വെക്കേഷനിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു സിനിമയാണ്, അങ്ങനെ ആയിരിക്കില്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണോ? ഡയറക്ടറോടെ Director അല്ല അല്ല ആണോ? അല്ലല്ലോ. ഇതൊരു ഫാമിലി സിനിമയാണ്. ഓക്കെ. കാരണം പച്ചയായ ഒരു ഫാമിലി, അവരുടെ ഇമോഷൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. കൂട്ടത്തില് കുട്ടികളുടെ ഇടയിലുള്ള ഒരു സൗഹൃദവും ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് ബാക്കി കൂട്ടുകാരൊക്കെ കൂടി നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യൂട്ടാണ്. എനിക്ക് ആ വാക്ക് പറയാനാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത്. പക്ഷെ ടീച്ചർ കാണുമ്പോൾ ഞങ്ങൾ ആ ടീച്ചർ കുറച്ചില്ലെങ്കിൽ അത് കണ്ടിരുമ്പോ കൊള്ളാട്ടോ, ഇത് അടിപൊളിയാ, അങ്ങനെ ഒരു തോന്നൽ ടീച്ചറാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമ കാണാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും. അപ്പം സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ആദ്യ ചിത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം കുറെ സിനിമകൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ പറയും എന്റെ ആദ്യ ചിത്രം ഇതായിരുന്നു എന്നൊക്കെ പറയാനുള്ള പടമാണ്. ഒരു വലിയ വിജയമാവട്ടെ. ഇപ്പൊ ഫസ്റ്റ് ഷോയിൽ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.